السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. وقال في ذلك أيضا. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഹസ്സാൻ ബിനു നുശ്ബ ബനു അദിയിലെ ഒരു സഹോദരൻ, അദ്ദേഹം വീണ്ടും പറയുകയാണ്, പോരാട്ടത്തിന്റെ കഥകളും രംഗങ്ങളൊക്കെ വിശദീകരിക്കുക. യമനിലെ ഹെമ്യർ കബീലയും അതേപോലെ തന്നെ കെൽബ് ഗോത്രക്കാരും ബനു തൈമുമായൊക്കെ നടന്ന പോരാട്ടത്തിന്റെ കഥകള് ഓരോ രംഗങ്ങളായിട്ട് അദ്ദേഹം വിവരിക്കുക. അദ്ദേഹം പറയുന്നു, ഇന്നി വ ഇല്ലം അഫിദി ഹയ്യൻ സിവാഹുമു ഫിദാഅൻ ലിതൈമിൻ യൗമ കൽബിൻ വഹിമ്യറ അബൗ അൻ യുബീഹു ജാറഹും ലിഅദുവിഹിം വഖദ് സാറ നഖഉൽ മൗതി ഹത്താ തകൗതറ سموا نحو قيل القوم يبتدرونه بأسيافهم حتى هوى فتقطرا وكانوا كأنف الليث لا شم مرغما ولا نال قط الصيد حتى تعفرا. കുറഞ്ഞ വരികളിലൂടെ അദ്ദേഹം ആ രംഗങ്ങൾ വീണ്ടും ഒരാവർത്തി കൂടെ വിവരിക്കുക. അദ്ദേഹം പറയാണ്, ഇന്നി വ ഇല്ലം അഫ്ദി ഹയ്യൻ. ഇന്നി ഫിദാഉൻ എന്നാണ് അസ്ല്. ഇന്നി ഫിദാഉൻ രണ്ടാമത്തെ മിർസായിലെ ഒന്നാമത്തെ വാക്ക്. ഇന്നി ഫിദാഉൻ ലിതൈമിൻ വ ഇല്ലം അഫ്ദി ഹയ്യൻ സിവാഹും. ഞാന് എല്ലാം സമർപ്പിക്കുന്നവനാണ്. ആർക്ക്? തൈമ് ഗോത്രക്കാർക്ക്. എപ്പോ? യൗമ കൽബിൻ വഹിമ്യറ. കെൽബ് കബീലക്കാരും ഹിമ്യർ കബീലയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ അവർക്ക് വേണ്ടി, തൈമ് ഗോത്രക്കാർക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന ആളാണ്. വ ഇല്ലം അഫ്ദി ഹയ്യൻ സിവാഹും. അവർ അല്ലാത്ത മറ്റു ഗോത്രക്കാർക്ക് ഫിദാ ആയിട്ടില്ലെങ്കിലും. അപ്പൊ ഈ വ ഇല്ലം എന്നതിന്റെ ജവാബ് ശരിക്ക് ഇന്നി ഫിദാവുൻ എന്ന് സന്ദർഭത്തിൽ അറിയപ്പെട്ട ആവശ്യമാണ്. അപ്പൊ ഇവര് അല്ലാത്ത, ഇവര് പ്രത്യേകം സ്ഥാനവും ഷറഫും മഹത്വമൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഞാനെന്താവുന്നു? ഫിദാവാവുന്നു, ഫിദാ ആവുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരോട് സഹകരിക്കുന്നു, സഹായിക്കുന്നു, എല്ലാം ചെയ്യുന്നു. മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള ഗോത്രക്കാർക്ക് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, എല്ലാം സമർപ്പണം നടത്തുന്നില്ലെങ്കിലും എന്നാണ്. കാരണം ഏറ്റവും നല്ല പരീക്ഷണം നേരിട്ടത് അവർക്കാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ സഹായിക്കുക എന്നുള്ളത് വളരെ ഒരു അവിഭാജ്യ ഘടകമാണ്, ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അവർ ചെയ്ത ഒന്നാണ്. അദ്ദേഹം പറയുന്നു, അബൗ അൻ യുബീഹു ജാറഹും ലിഅദുവിഹിം വഖദ് സാറ നഖഉൽ മൗതി ഹത്താ തകൗതറ. ഇവിടെ അബൗ എന്നതിലെ അതേപോലെ അയ്യുബീഹു, ജാറഹും ലിഅദുവിഹിം, ഈ 4 നമീറും അടങ്ങുന്നത് ബനൂ തൈമിലേക്കാണ്. ബനൂ തൈം അവർ അബൗ, അവർ വിലങ്ങാവുന്നു, അവർ വെറുക്കുന്നു. അയ്യുബീഹു ജാറഹും, ബനൂ തൈമിന്റെ അയൽവാസികൾ എന്നാണ്. ജാറ് എന്ന് പറഞ്ഞാലും ജീറാനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അദുവിഹിം എന്നുള്ള അദുവ് പറഞ്ഞാലും അഅദ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബനൂ തൈമിന്റെ അയൽവാസികളെ അവരുടെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ അവർ എന്ത് ചെയ്യുന്നു? വെറുക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് ഇല്ലായ്മ ചെയ്യുക, വേരോടെ നശിപ്പിക്കുക എന്നുള്ള സംഭവം അവരെന്ത് ചെയ്യുന്നു? വിലങ്ങുന്നു, വെറുക്കുന്നു. ഏത് സ്ഥിതിയില്? വഖദ് സാറ നഖഉൽ മൗതി ഹത്താ തകൗതറ.
നഖ് എന്ന് പറഞ്ഞാൽ എന്താ? പൊടികളാണ്. ഫഅസർന ബിഹി നഖ്അ. സൂറത്തുൽ ആദിയാത്തിൽ പറഞ്ഞില്ലേ, ഫഅസർന ബിഹി നഖ്അ ഐ ഉബാറൻ എന്നാണ്. അതിന്റെ ജംഅ് വരുന്നത് നിഖാഅ്, നുഖൂഅ് എന്നൊക്കെയാണ്. നഖ്അ്, നിഖാഅ് എന്നും നുഖൂഅ് എന്നും ജംഅ്. ഇവിടെ മരണത്തിലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞ മരണത്തിന്റെ പൊടി, മരണത്തിന്റെ പൊടി ഉയർന്നിരിക്കുന്നു. ആ സ്ഥിതിയില് താറ എന്ന് പറഞ്ഞ ഇർത്തഫ, അല്ലെങ്കിൽ സൗറാന്, ഹൈജാന്. അപ്പോ മരണത്തിന്റെ പൊടി ഉയരുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ആ പോരാട്ടം മരണത്തിന്റെ ഒരു കാരണമാണ്. അവിടെ എന്ത് ചെയ്യും? കൂടുതൽ ആളുകൾ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് പിന്നെ വിശാലമായിരിക്കുന്ന സ്ഥലത്ത് പൊടിപടലങ്ങൾ ഇങ്ങനെ പാറുന്നുണ്ട്. അപ്പൊ അത് മരണത്തിന്റെ പൊടിയാക്കി. കാരണം മരിക്കാനുള്ള ഒരു കാരണമാണല്ലോ യുദ്ധം ചെയ്യാന്നുള്ളത്. അപ്പൊ അവിടെ ലാസിമ് പറഞ്ഞിട്ട് മൽസൂമു മുറാദ്. അതാ പറഞ്ഞ മരണത്തിന്റെ പൊടികൾ അവിടെ ഉയരുന്നു. ആ സ്ഥിതിയിൽ ഹത്താ തകൗസറ, ഉയരുന്നത് വരെ, അല്ലെങ്കിൽ ഉയരുവോളം ആ പൊടികൾ ഇങ്ങനെ ഉയർന്നിട്ട് വളരെ ശക്തമായിട്ട് ഉയരുന്നത് പോലെ അന്തരീക്ഷത്തിൽ മുഴുവനും പൊടിപടലങ്ങളാണ്. കൗസറ എന്ന ഇതാ കസുറ ശദീദൻ, ശദീദ് കൊണ്ടാണ് ഉദ്ദേശം തറാക്കുമാണ്. അട്ടിയായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയരുന്നു. അതേ സ്ഥിതിയിൽ അത്തരം ഒരു രംഗം ഉണ്ടാവുന്ന സമയത്ത് ബനൂ തൈമ് അവരുടെ അയൽവാസികളെ നശിക്കൽ ഉദ്ദേശിച്ചില്ല. അത് അവരെന്ത് ചെയ്തു? വെറുത്തു കളഞ്ഞു. അവര് വിലങ്ങു നിന്നു. ഇവിടെ ബനൂ തൈമിന്റെ ശത്രുപക്ഷം ഹിമ്യറാണ്, ആലു ഹിമ്യറാണ്. അതാണ് അയദാവ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അവിടെ യുദ്ധം വളരെ കൊടുമ്പിരി കൊണ്ടു വളരെ ശക്തമായി. ആ സമയത്ത് തന്റെ ആളുകളെ, അഥവാ ബനൂ തൈമിനെ, അവരെ ആളുകളെ ആലു ഹിമ്യറിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവരെ നശിക്കുക എന്നുള്ളത് അവര് വിലങ്ങു നിന്നു. അവര് കൂട്ടാക്കിയില്ല, അവര് വെറുത്തു എന്നൊക്കെ. സമൗ നഹ്വ ഖൈലിൻ സമൗ നഹ്വ ഖീലിൽ ഖൗമി യബ്തദിറൂനഹു ഫി അസ്യാഫിഹിം. സമൗ മിൻ സുമുവി അൽ ഉലുവു, ഉയർന്നു എന്നാണ് ഉദ്ദേശം, അർത്ഥമെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിച്ചു. സമൗ, അവർ ഉയർന്നു. നെഹവ ഖീലിൽ ഖൗമി, അൽ ഖൗമ്, അൽ ഖൗമോട് ഉദ്ദേശിക്കുന്നത് ആരാ? ഹിമ്യർ. അപ്പൊ ആലു ഹിമ്യറിന്റെ നേതാവിന്റെ ഭാഗത്തേക്ക് അവർ ഉയർന്നു എന്ന് വെച്ചാൽ ഹിമ്യറുകളുടെ നേതാവിനെ ലക്ഷ്യമാക്കി അവര് പുറപ്പെട്ടു, അവരുദ്ദേശിച്ചു. ഹസദാണ് ഉദ്ദേശം. ഖൗമാകുന്ന ആലു ഹിമ്യറിന്റെ ഖീല് ഇന്നലെ നമ്മൾ പറഞ്ഞു, നേതാവ്, രാജാവ് എന്നൊക്കെ. അത് അൽഖമത്ത് ബിനു ദീയസിനാണ് എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ അൽഖമത്ത് ബിനു ദീയസിനാകുന്ന ഹിമ്യരികളുടെ നേതാവിനെ കൊള്ള അവരുദ്ദേശിച്ചു. യബ്തദിറൂനഹു, ഹാലായി. ഏത് സ്ഥിതിയില്? അവര് എങ്ങനെ പരസ്പരം ചിലരേക്കാൾ മുൻകടന്നുകൊണ്ട്. കാരണം പോരാട്ടാവുമ്പോ വരിക്കല്ലല്ലോ പോവുക. അപ്പൊ അവരെ കൗമിൽ നിന്ന് തന്നെ പലർക്കും മുൻകടന്നുകൊണ്ട് ആ നിലയിൽ യബ്തദിറൂനഹു, ഇബ്തിദാർ ഇസ്തിബാഖാണ്, ഇബ്തിദാറു അൽ ഇസ്തിബാഖ്, അൻ യസ്ബിഖ ബഅ്ദുഹും ബഅദ. ചിലരെ മുൻകടക്കുക, വരിക്ക് പോവല്ല, നേരെ മറിച്ച് അവർ കുതിച്ചു പോയാണ്. അപ്പം ചിലരെ മുൻകടന്ന സ്ഥിതിയിൽ അവരെന്ത് ചെയ്ത്? രാജാവിനെ കൊള്ള ഉദ്ദേശിച്ചു. ബി അസ്യാഫിഹിം എന്നാണ് അവിടെ ജാറു മജ്റൂർ മുതഅല്ലഖ് ദറബു എന്നൊരു ഫീലിനെ കളയപ്പെട്ടിട്ട് അതാണ് അവിടുത്തെ, അതിനോടാണ് ബി അസ്യാഫി, അവര് വാളുകൊണ്ട്, ലറബൂഹു ബി അസ്യാഫിഹിം, അവരുടെ വാളുകൊണ്ട് വെട്ടി. അങ്ങനെ ഹത്താ ഹവാ ഫതഖത്തറ, ഏതുവരെ? ഹത്താ ഹവ, ഹവ എന്ന് പറഞ്ഞ സഖത്ത, അതപ്പതിച്ചു. ആ രാജാവ്, എമ്മിയരികളുടെ തലവൻ അവിടെ എന്ത് ചെയ്തു? നിലംപതിച്ചു, അതപ്പതിച്ചു. സഖത്ത എന്നാണ്. അവരുടെ ചില ഭാഗങ്ങളിലേക്ക് അദ്ദേഹം വീണു, പതിച്ചു എന്നൊക്കെ. ഹവ എന്ന് പറഞ്ഞാൽ വീണു എന്നും, തഖത്തറ എന്ന് പറയുമ്പോഴാണ് ഭാഗങ്ങളിലേക്ക് വീഴാൻ നടത്തുന്നത്. അഖ്താറ് ഇദാ സഖത്ത അലാ അഹദി അഖ്താരിഹി ഐ ജാനിബിഹി ജവാനിബിഹി, പല ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക്
അദ്ദേഹം എന്ത് ചെയ്തു? വീഴുന്നത് വരെ അവരെന്ത് ചെയ്തു? രാജാവിനെ കൊള്ള ഉദ്ദേശിച്ചു. എന്നിട്ട് ഷായർ പറയാണ് ഹിമ്യരികളെ കുറിച്ച്, അവര് വലിയ ആളുകളായിരുന്നു. എന്നുവെച്ചാൽ പോരാട്ടം നടക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള ആളുകള് മോശക്കാരാണ് എന്ന് വരുമ്പോ അവരോട് പോരാട്ടം നടത്തുന്നതിന് വിലയില്ല. അതുകൊണ്ടാണ് എതിർപക്ഷം വലിയ ആളുകളായിരുന്നു, അത്ര മോശക്കാരൊന്നുമല്ല. കാനു അവരായിരുന്നു, ഹിമ്യരികളായിരുന്നു. അവര് സിംഹത്തിന്റെ മൂക്ക് പോലെയാണ്. ലാ ഷമ്മ മർഗമ, മോശമായതൊന്നും അവര് എന്ത് ചെയ്യുന്നില്ല, പിന്നെ വാസനിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കിനായത്തായി പറയാം. നല്ലത് മാത്രമേ അവര് വാസനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സിംഹങ്ങളുടെ സ്വഭാവം എന്താണ്? മറ്റുള്ള മൃഗങ്ങൾ കടിച്ചൊഴിവാക്കി ഒന്നും എന്ത് ചെയ്യില്ല, സിംഹങ്ങൾ വശിക്കും. സിംഹങ്ങള് നല്ല ഫ്രഷ്, നല്ല കടിച്ചു കൊഴുത്ത് നല്ല ഫ്രഷ് മാത്രല്ലേ അവര് പിടിച്ചു കഴിക്കുള്ളൂ. അതാ പറഞ്ഞത്, അവര് ആയിരുന്നു സിംഹത്തിന്റെ മൂക്ക് പോലെയാണ്. ലാശമ്മ മർഗമ. മർഗം എന്ന് പറഞ്ഞാൽ മർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദില്ലത്ത്, മോശമായതൊന്നും വാസനിച്ചിട്ടില്ല. മനുഷ്യന്മാര് രുചിച്ചു നോക്കിയിട്ടാണല്ലോ കഴിക്കുക. നേരെ മറിച്ച് മൃഗങ്ങൾ അങ്ങനെയല്ല, അവർ സ്മെല്ല് ചെയ്തിട്ട് വാസനിച്ചിട്ടാണ് കഴിക്കുക. മർഗം എന്നുള്ള മീമിയായ മസ്ദറാണ്, ദില്ലത്താണ് അർത്ഥം. നേരെ റിഗാം എന്ന് പറഞ്ഞ തുറാബ് അർത്ഥം. അപ്പോ ഒരു നീചത്തരം, ഒരു മോശത്തരം, മോശമായതൊന്നും അവര് മണക്കാറില്ല. വലാനാല ഖത്തു സൈദ ഹത്താ തഅഖറ എന്ന് മാത്രല്ല, ഈ ഹെമ്യരികള് അവര് പിന്നെ സിംഹത്തിലേക്ക് ബന്ധിപ്പിച്ച് പറയാണ്. വലാനാല ഖത്തു സൈദ, തീരെ തന്നെ സൈദ് വേട്ട മൃഗങ്ങളെ എത്തിക്കാറുമില്ല. ഏതുവരെ? ഹത്താ തഅഫറ. പിന്നെ തഅഫറ എന്ന് പറഞ്ഞാൽ അഫ്റാ എന്ന ഭൂമി. അപ്പൊ ഭൂമിയിൽ വീഴ്ത്തിയിട്ടല്ലാതെ, സഖത്ത അലൽ അഫ്റാ, ഹത്തക്ക് ഇല്ലന്റെ അർത്ഥം. അപ്പൊ അവര് എന്ത് ചെയ്യാറില്ല? പിടിമൃഗത്തെ, വേട്ട മൃഗത്തെ എത്തിക്കാറില്ല, അതിനെ ഭൂമിയിൽ വീഴ്ത്തിയിട്ടല്ലാതെ. അപ്പൊ അത്രയും വലിയ ശക്തരായിരുന്നു ആര്? ഹിമ്യരികള്. അവരോടാണ് നമ്മൾ പോരാടുന്നത്, അവരെയാണ് നമ്മൾ പാഠം പഠിപ്പിക്കുന്നത്. അവരോട് പോരാടുമ്പോൾ അയൽവാസികളെ നമ്മൾ മാക്സിമം അവർക്ക് കൈത്താങ്ങാവാറുണ്ട്, കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാറുണ്ട്, ശത്രുവിലേക്ക് ഏൽപ്പിക്കാറില്ല എന്നൊക്കെ ആ പോരാട്ടത്തിന്റെ കഥകളും രംഗങ്ങളൊക്കെ നമ്മുടെ ഹസ്സാൻ ഇബ്നു ശുബ അദ്ദേഹത്തിന്റെ ശൈലിയിലൂടെ ഏതാനും ചില ചുരുങ്ങിയ വരികളിലൂടെ വിശദീകരിക്കുകയാണ് ഇന്നത്തെ പാഠം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.